ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾ കണിമംഗലത്തിന് തൊട്ടടുത്ത് തന്നെയുണ്ട് മാഡം. ഞങ്ങൾ മാഡത്തിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പറഞ്ഞ കാര്യത്തിന് ഒരു മാറ്റവും. കൃത്യം 12 മണിക്ക് നിങ്ങൾ ഇവിടെ എത്തണം. എന്താ സാർ ഞങ്ങൾ ചെയ്യേണ്ടത്? കണിമംഗലത്ത് നിന്ന് എന്റെ വീട്ടിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം അരങ്ങേറുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ നാടകമോ? അതെ. കണിമംഗലത്തെ ഇളയ മരുമകൾ പ്രിയങ്ക അങ്ങനൊരു കാര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് രാത്രി 12 മണിക്ക് അവളുടെ ആളുകൾ കണിമംഗലത്തെത്തും. അവര് പ്രിയങ്കയെ അവിടെ നിന്ന് കടത്തും. പക്ഷേ അവളുടെ പ്ലാൻ നടക്കാൻ പാടില്ല. പകരം നടക്കേണ്ടത് എന്റെ പ്ലാനാണ്. അവര് പ്ലാൻ ചെയ്ത പോലെ പ്രിയങ്കയെ അവര് കണിമംഗലത്തുനിന്ന് പുറത്തു കൊണ്ടുപോയിക്കോട്ടെ. പക്ഷേ അവരിൽ നിന്ന് പ്രിയങ്ക നിങ്ങളുടെ കസ്റ്റഡിയിലെത്തണം. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. മൊത്തത്തിൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണല്ലോ സാർ. കൂലിയുടെ അളവിനെ കുറിച്ചല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. കൈ നിറച്ച് ഞാൻ തന്നിരിക്കും. കൃത്യസമയത്ത് നിങ്ങൾ അവിടെ എത്തണം. വരുന്നവരിൽ നിന്ന് പ്രിയങ്കയെ തട്ടിയെടുക്കണം. എന്നിട്ട് അവള് നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം. വിലപേശലാണോ സാർ ഉദ്ദേശിക്കുന്നത്? സ്വന്തം കുടുംബത്തോട് വിലപേശേണ്ട ആവശ്യം കണിമംഗലം ചന്ദ്രശേഖരനില്ല. എന്നാ പ്രിയങ്കയുടെ അവസാന ദിവസമാണ്. കണിമംഗലത്ത് നിന്ന് അവൾ ഇറങ്ങുന്നത് മരണത്തിലേക്കായിരിക്കണം. കൊല്ലാനുള്ള സമയവും കൊല്ലേണ്ട രീതിയും ഞാൻ പറയും. അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി. ഞങ്ങൾ ഏറ്റു സാർ. എന്തെങ്കിലും പിഴവ് സംഭവിച്ചാ എനിക്ക് നഷ്ടപ്പെടുന്നത് വിലപിടിപ്പുള്ള ഒരുപാട് കാര്യങ്ങളാ. അതിന് നിങ്ങൾ കാരണമായാൽ നിങ്ങൾക്കും കുറെയൊക്കെ അനുഭവിക്കേണ്ടി വരും. ഞങ്ങൾക്ക് പിഴക്കില്ല സാർ. സാറ് കൃത്യമായി നിർദ്ദേശിച്ചാൽ മതി. അവൾ നമ്മുടെ കസ്റ്റഡിയിൽ എത്തിയിരിക്കും. സാറ് പറയുന്ന നിമിഷം അവളെ ഞങ്ങൾ കൊന്നിരിക്കും. ഓക്കെ. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ മാത്രം മൊബൈൽ യൂസ് ചെയ്യുക. ഞാൻ അതിലേക്കാവും വിളിക്കുന്നത്. പിന്നെ അവരെ ഫോളോ ചെയ്യുമ്പോഴോ പ്രിയങ്കയെ പിടികൂടുമ്പോഴോ CCTV സാന്നിധ്യം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് വേണം ചെയ്യാൻ. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്തിട്ട് നിങ്ങൾക്ക് നാടുവിടാം. ഗോവയിൽ 1 മാസം തങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും സകല സന്തോഷങ്ങളും ഞാൻ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. തരുന്ന കൂലിയോടൊപ്പം എന്റെ ഒരു ഗിഫ്റ്റ്. എന്നാ പിന്നെ സാർ സമാധാനമായിട്ട് പണയിക്കോ. ഈ ഡീല് ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും. അത് ഞങ്ങളുടെ ഉറപ്പാണ് സാറേ. ഓക്കെ. അപ്പോ രാത്രി 12 മണി. അഖിൽ സർ, ഞാനൊരു തീരുമാനം എടുത്തു കേട്ടോ. നമ്മുടെ മോളെ അവൾക്കിഷ്ടപ്പെട്ട ആളുമായിട്ട് ഒരുമിപ്പിക്കാൻ, അവളെ താലി കെട്ടിയ ആളുമായിട്ട് ഒരുമിപ്പിക്കാൻ. തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ അവൾക്ക് വാക്കു കൊടുത്തു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ലോകത്തിലെ എത്ര വലിയ സന്തോഷം ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്താലും അത് വരുണിനൊപ്പമുള്ള ജീവിതത്തോളം വരില്ല. അവളുടെ മനസ്സല്ലേ നമുക്ക് പ്രധാനം. അവര് ജീവിക്കട്ടെ, അല്ലേ? ശ്യാമയുടെ മുഖത്തൊരു തെളിച്ചുണ്ട്.
ഒരു തീരുമാനം മനസ്സിലുറപ്പിച്ചതിന്റെ വരുണിന്റെ കാര്യം ഞാൻ സമ്മതിച്ചു. എഴുതി അത് പറഞ്ഞപ്പോ അവളുടെ മുഖത്ത് സന്തോഷം കണ്ടായിരുന്നോ? കണ്ടു. അവളെ കൊണ്ടാകാവുന്ന അത്ര അവൾ ഒഴിഞ്ഞു നടന്നില്ല എടുത്തി. തന്നെ ഇഷ്ടപ്പെട്ട ആളെ, തന്റെ കഴുത്തിൽ താലി ചേർത്തിയ പുരുഷനെ വേറെ ആരെ എടുത്ത് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നേ? വലിയ മനസ്സുണ്ടെങ്കിലേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. നമ്മുടെ സ്വാർത്ഥത മാത്രം നോക്കാതെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന വലിയ മനസ്സ്. അമ്മയിൽ നിന്ന് അത് മുഴുവൻ മകൾക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട്. ഇനി ആ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നേ. ആരൊക്കെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ആര് വേണേലും വന്നോട്ടെ. മകൾക്ക് വേണ്ടിയിട്ടുള്ള അംഗം ചെയ്യിക്കാൻ അമ്മ തയ്യാറെടുത്തു കഴിഞ്ഞല്ലോ. അതെന്തായാലും രാധികയുടെ സന്തോഷത്തിലല്ലേ അവസാനിക്കൂ. ശ്യാമ എപ്പോഴും രാധികയോട് ചോദിക്കാറില്ലേ എന്താ വേണ്ടത്, ഏറ്റവും വലിയ ആഗ്രഹം എന്താന്നൊക്കെ? അവളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പൊ നമുക്കറിയാം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്. അതങ്ങ് നടത്തി കൊടുത്താ മതി. വലിയൊരു കടമയാ പൂർത്തിയാവുന്നത്. അതെ, ഈ ഒരു കാര്യം നടത്താൻ വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. എന്ത്? ഹലോ മാഡം. അതെ, നിങ്ങളിപ്പോ എവിടെയുണ്ട്? ഞങ്ങൾ കണിമംഗലത്തിന് തൊട്ടടുത്ത് തന്നെയുണ്ട് മാഡം. ഞങ്ങൾ മാഡത്തിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പറഞ്ഞ കാര്യത്തിന് ഒരു മാറ്റവും ഇല്ല. കൃത്യം 12 മണിക്ക് നിങ്ങൾ ഇവിടെ എത്തണം.